കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞ് നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെയാണ്. അത്യാവശ്യമൊക്കെ തിരക്കുണ്ടായിരുന്നു. വലിയ കല്യാണമല്ല, ഇന്നലെ ആയിരുന്നു വലിയ കല്യാണങ്ങൾ. ഇന്നിപ്പോൾ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും ചിങ്ങമാസത്തിലെ കല്യാണങ്ങളുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ദിവസം ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ അങ്ങനെ അവതരിച്ചിരിക്കുന്നത് എന്ന് അറിയണ്ടേ. നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അവിടെ പോയിട്ട് അങ്ങനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് വന്ന് നേരെ അത്തിമര ഗണപതിയെ ഒന്ന് വന്ന് കണ്ടു തൊഴാം. സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് നേരെ ഗോപുരവാതിൽ കടന്ന് അങ്ങനെ പോരാം. അങ്ങനെ പോരുമ്പോൾ അകത്തെ ആ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ നേരെ മുന്നിലുള്ള വലിയ ബലിക്കല്ല് കാണാം. അതുപോലെ തന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കേശവൻ്റെ 2 കൊമ്പുകൾ ഇങ്ങനെ സ്വർണ്ണം പതിച്ചതിന് കാണാം. അതിൻ്റെ നടുക്കായിട്ട് നമ്മുടെ മഹാലക്ഷ്മി ദേവീനെയും കാണാം. അങ്ങനെ കണ്ട് നമ്മളിങ്ങനെ കയറുമ്പോൾ, വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം കാണാം. അതുപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ ആ തൂണ് നോക്കിയിട്ടൊന്ന് സ്മരിക്കാം നരസിംഹാവതാരത്തെ. അങ്ങനെ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിലിങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്ത് രസമാണെന്നറിയോ. നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. ഇങ്ങനെ നോക്കി വരുമ്പോൾ പാമ്പാണ് കേട്ടോ. പാമ്പിൻ്റെ തലയിൽ നൃത്തം ചെയ്യുന്ന ഉണ്ണിക്കണ്ണനാണ്, കാളിയമർദ്ദനാണ്. 3 തലകൾ ഇങ്ങനെ കാണാണ്ട് പട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ട് നല്ല രസമായിട്ട് വാലും ഒക്കെ ഇങ്ങനെ പൊന്തി കിടക്കണം. ഒരു തല ഇങ്ങനെ താന്ന മാതിരി, കാരണം അവിടെ വലത്തെ കാല് ഇങ്ങനെ കൊടുത്തിട്ടൊന്ന്. ചെറിയ ഉണ്ണിയാണ്, എന്നാലും അത്യാവശ്യം ഒരു 4-5 വയസ്സൊക്കെ തോന്നിക്കണ പോലെയാണ് ഇത് കാണുന്നത്. ആ ഒരു വാലിങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ട്. ഇനി വാല് പിടുത്തം വിടണ്ടാച്ചിട്ട്, ഇനി കയ്യിൽ നിന്ന് ഇട്ടിട്ട് മുങ്ങി പോകണ്ടാച്ചിട്ടേ, കാളിയൻ ഓടി പോകണ്ടാച്ചിട്ട് ആ വാലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് തലയിലിങ്ങനെ ചവിട്ടുക. എന്താ നൃത്തം! ആ ദർപ്പം ഇങ്ങനെ അകറ്റുകയാണ്. ആ കാളിയൻ്റെ ആ അഹങ്കാരത്തിൻ്റെ തലയിലിങ്ങനെ കൊടുക്കുകയാണ് കാലുകൊണ്ട് ഇങ്ങനെ നൃത്തം. 3 അടി വളർന്ന ആ കാലിൻ്റെ ഉടമ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ശക്തി ഉണ്ടാവേ. വാമന രൂപമായിട്ട് വന്ന ആ രൂപത്തിൻ്റെ ഉടമ തന്നെയല്ലേ. അപ്പോൾ ആ കാലിൻ്റെ ശക്തി അത്രത്തോളം ഉണ്ടാവും. അതാണ് ആ കാളിയൻ്റെ തല ഇങ്ങനെ അതായത് ചവിട്ട് കിട്ടുന്ന തലകളൊക്കെ ഇങ്ങനെ താന്ന മാതിരി ഇങ്ങനെ അത്രയ്ക്കും ശക്തിയുള്ള ആ ഒരു ചവിട്ടാണ്. അപ്പോൾ അങ്ങനെ നോക്കി വരുമ്പോൾ കാൽപാദങ്ങൾ കാണാണ്ട്, അങ്ങനെ കാൽവളകൾ കാണാണ്ട്, അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ലൊരു പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണീൻ്റെ കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതേപോലെ കുമ്പൊക്കെ വീർത്തിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, ഒരു മുല്ലപ്പൂ പോലത്തെ ഒരു മാല, അങ്ങനത്തെ 3 മാലകളുണ്ട്. പിന്നെ കാതിലാണെങ്കിൽ ഗോപീതിലകമാണ് വെച്ചിട്ടുണ്ട്. ചെവിപ്പൂക്കൾക്ക് പകരം ഗോപീതിലകം. അതേപോലെ തിരുനെറ്റിയിലും ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പിന്നെ 3 പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിങ്ങനെ നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഇടത്തെ കയ്യിലാണ് കാളിയം പാമ്പിൻ്റെ വാലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടുണ്ടാകും. അതേപോലെ വലത്തെ കയ്യിൽ ആ ഓടക്കുഴലും. നല്ല രസമായിട്ടാണ് കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. മുഖത്തൊക്കെ നോക്കിയാൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ ചാടി ആനന്ദ നൃത്തമാണ് ചെയ്യണത്. കാളിയൻ്റെ തലയിലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആൾ നന്നായിട്ട് നൃത്തം ചെയ്യുക. അതാണ് ആ ഒരു കാഴ്ച. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. പിന്നെ നോക്കുമ്പോൾ പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്. അത് 2 തിരുമുടി മാല ഉണ്ട്, വെളുത്ത പൂവും ചുവന്ന പൂവായിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ അതേപോലെ ഒരു മാല ഇങ്ങനെ ചെറിയ നല്ല കട്ടിയുള്ള മാലയാണ്, എന്നാൽ വലിയ വലിപ്പമൊന്നുമില്ല. അങ്ങനത്തെ ഒരു മാല ഉണ്ട്. അതും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു കാഴ്ചയാണ് ഭഗവാന്റെ ശ്രീലകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാളിയമർദ്ദന രൂപിയായിട്ടുള്ള ആ ഭഗവാനെ കണ്ട്, കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. നമ്മളിപ്പോൾ ഭഗവാന്റെ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് തൊഴുകയാണെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മളവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നികോണിലുള്ള ബലിക്കല്ലൊന്ന് നോക്കി തൊഴുതു.
അതേപോലെ തിടപ്പള്ളി നോക്കിയിട്ട് അങ്ങനെ തൊഴുത്, പിന്നെ നേരെ ആലിലക്കണ്ണനെ ഒന്ന് കണ്ട് തൊഴുതു, സപ്തമാതാക്കളെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരുമ്പോഴോ അവിടെ നിന്നിങ്ങനെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് അലങ്കാരം, മുഖമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെറിയൊരു ഉണ്ണീനെ പോലെ ആണ് ഇന്ന് കാണാനുള്ളത്. നല്ല രസമായിട്ട് അതേമാതിരി ആ ഒരു മഞ്ഞ പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ചുവന്ന പട്ട് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ നല്ല ഗോപീതിലകം വെച്ചിട്ടുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, അങ്ങനെ കൊമ്പ് തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ആ ഗണപതിനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാവരും തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക, അവിടെ കിടാവിളക്ക് കത്തിരിക്കണു. ആ സരസ്വതി ദേവീനെ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെയൊക്കെ ഒന്ന് തൊട്ട് തലോടാം. അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ കഴിഞ്ഞാൽ വാമനാവതാര മൂർത്തീനെ കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെയും ഗരുഡൻ്റെ ആ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭനെ ഇങ്ങനെ കാണാൻ വരിക. അങ്ങനെ അവിടെ വരുമ്പോൾ നല്ല ചെണ്ടുമല്ലിമാലയും താമരമാലയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. നിറയെ പൂക്കൾ, തുളസിപ്പൂക്കളുണ്ട്, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമായിട്ടുണ്ട്. അവിടെ തൊഴുക. അതിന് ശേഷം നമ്മളിങ്ങനെ ആ കാൽപാദത്തിൻ്റെ അവിടെ ഒന്ന് തൊഴുതാൽ വളരെ സുഖമായിട്ടേ തൊഴാം. പിന്നെ നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അവിടെ 2-3 തുളസിമാല നിറച്ചുണ്ട് കേട്ടോ, ധാരാളം മാലകളുണ്ട്. അത് കഴിഞ്ഞാൽ മുരുകൻ്റെ അടുത്ത് വരിക, മുരുകനെയും കണ്ട് തൊഴാം. ഇന്നിപ്പോൾ കളഭത്തിൽ പൂക്കളം ഇട്ടണത്, കളഭത്തിലല്ല പൂക്കളം ഇട്ടണത്, കിഴക്കേ നടയിൽ പൂക്കളം ഇട്ടണത് മുരുകനാണ് കേട്ടോ. ആ മയിലിൻ്റെ മുകളിൽ പുള്ളി മയിലേറും ഉള്ള ആ ഉണ്ണി ആണ്, മുരുകനാണ്. നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് ഇന്ന് പൂക്കളം അവിടെ. അപ്പോൾ അങ്ങനെ നമ്മൾ മുരുകൻ്റെ അവിടെ വന്ന് കണ്ടു. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ അന്ന് 2 നല്ല എന്താ പറയുക മാലകളുണ്ട്, വെറ്റിലമാല ഉണ്ട്, അതേപോലെ തന്നെ ധാരാളം കുങ്കുമമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും, അകത്തും പുറത്തും കാളിയമർദ്ദന രൂപം, അപ്പോൾ അതിങ്ങനെ കാണാം. പിന്നെ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. പിന്നെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കൊടിമരം ഇങ്ങനെ കാണാം. എന്ത് തിളക്കാന്നറിയാം, ഈ ഉച്ചയ്ക്കിൽ നല്ല വെയിലത്ത് ഇങ്ങനെ തിളങ്ങാണ്, പൊന്നിൻ്റെ കൊടിമരം ഇങ്ങനെ തിളങ്ങാണ്. അപ്പോൾ അതിങ്ങനെ കാണാം. അത് നമ്മുടെ കണ്ണിന് നല്ലൊരു എന്താ പറയുക നയനാനന്ദകരമാണ്. അപ്പോൾ അത് കണ്ടിങ്ങനെ തൊഴാം. പിന്നീട് നമ്മൾ നേരെ മണിക്കിണർ നോക്കിയിട്ടൊന്ന് തൊഴാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയിട്ട് അവിടെ കിടാവിളക്ക് ഇങ്ങനെ ഇരുന്ന് കത്തുണ്ട്, അതിങ്ങനെ ആടി കളിക്കുക. അപ്പോൾ കണ്ണൻ കളിക്കുകയാണെന്ന് അങ്ങനെ വിചാരിച്ചാൽ മതി, ആ ഉണ്ണിക്കണ്ണനെ കളിക്കുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. ആ ദീപത്തിൻ്റെ ആട്ടം കണ്ണൻ്റെ ആട്ടമാണെന്ന് ഇങ്ങനെ വിചാരിച്ച് ഒന്ന് തൊഴുതാം. അതിന് ശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് ഇങ്ങനെ വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ തൊട്ട് ഇടത്തരികത്ത് കാവിലെ ഭഗവതീനെ കാണാനായിട്ട് ഇങ്ങനെ പോവാം. ഭഗവതിയുടെ അവിടെ ചെല്ലുമ്പോഴോ
അവിടെ നിന്ന് ഗോളകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാഴ്ചയാണ്, അങ്ങനത്തെ കാഴ്ച കാണാനുള്ളത്. ബാക്കിയൊക്കെ ഉടുപ്പൊക്കെ ആക്കിയിട്ടുണ്ട്, പക്ഷേ മുഖമൊന്നും അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഇനി കുറേ കഴിയുണ്ടാവും. കളഭം കൊണ്ടുള്ള അലങ്കാരം ആയിട്ടില്ല, ചന്ദനം കൊണ്ട് അങ്ങനെ വെറുതെ പട്ട് ഉടുപ്പിച്ചിട്ട് ധാരാളം മാലകളുണ്ട്, ധാരാളം പൂക്കൾ കൊണ്ട് അർച്ചന പൂക്കളുണ്ട്. അതാണ് കാഴ്ച. അപ്പോൾ അമ്മേനെ കണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള ആ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ അങ്ങനെ വിചാരിച്ച് ഒന്ന് പ്രദക്ഷിണമായിട്ട് അവിടുന്ന് നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടെ ഒന്നുകൂടി നമുക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ കാളിയമർദ്ദന രൂപിയെ കാണാം. അപ്പോൾ അത് കണ്ട് തൊഴുത് നമസ്കരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുമ്പോൾ കൂത്തമ്പലത്തിൻ്റെ അവിടെയും വന്നിട്ട് നമസ്കരിക്കാം. അതേപോലെ തന്നെ നമ്മൾ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെ ഒന്നും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഈ നേരത്തെ ഇപ്പോൾ ചോറൂണിൻ്റെ ഒന്നും അധികം ആളുകളില്ലാത്തതുകൊണ്ടേ അവിടെ തിരക്കൊന്നുമില്ല. അപ്പോൾ അവിടെ സുഖമായിട്ട് തൊഴാം. അങ്ങനെ നോക്കുമ്പോഴോ കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലൊരു സുന്ദരനായിട്ടാണ് ഇരിക്കുന്നത്. മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതേപോലെ നല്ല ഗോപി വെച്ചിട്ടുണ്ട്, അതേമാതിരി കാതിൽ ചെവിപ്പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയ മാലകൾ 2 മാല ഉണ്ട് സ്വർണത്തിൻ്റെ, അങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല ഒരു പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കറുത്ത മുണ്ട് ഇങ്ങനെ അതിന് മുകളിലുമുണ്ട്. അങ്ങനെ നല്ല അഭയഹസ്തത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടുള്ള താട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പസ്വാമീനെ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ഭൂതനാഥനെ കണ്ട് തൊഴുത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പ്രദക്ഷിണമായിട്ട് വന്ന പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വരുമ്പോൾ രുദ്രതീർത്ഥത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരുമ്പോൾ ഒന്ന് ആ രുദ്രതീർത്ഥത്തിൻ്റെ കുളത്തിലുള്ള ആ കാളിയമർദ്ദന രൂപത്തിനെയും കാണാം. അപ്പോൾ അതും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിൽ ഒന്ന് കണ്ട് തൊഴാം. അവിടെ ധാരാളം ഭക്തർ ഇങ്ങനെ ഭജന ചെല്ലുകയാണ്, കുറേ ആളുകളുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തൊഴുത് നേരെ ഭഗവതിയുടെ അവിടെ ഒന്നുകൂടി തൊഴുത് അതേപോലെ തന്നെ നമ്മളെ കിഴക്കേ നടയിലുള്ള ആ വലിയ ദീപസ്തംഭത്തിനെ ഒന്ന് ചെന്ന് തൊഴുതാൽ അവിടെ നോക്കിയാൽ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയാൽ പ്രകാശം ഇങ്ങനെ കാണാം. അങ്ങനെ ബാക്കിലേക്ക് നോക്കിയാലാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ഇങ്ങനെ ആ മയിലിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി ഇരുന്ന് വരികയാണ്. അത് കാണാനുള്ള രസം. അങ്ങനെ നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. ശിവനെയും പാർവതീനെയൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ആ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അവരുടെ അനുഗ്രഹം കൂടി നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയല്ലേ, അപ്പോൾ നമുക്ക് ശിവൻ്റെ ഒരു കഥ ആയിക്കോട്ടെ. ശിവൻ്റെയും സതീദേവിയുടെയും കൂടിയുള്ള ഒരു കഥ. അതെന്താ വെച്ചാൽ കല്യാണത്തിൻ്റെ, അതായത് ശിവനെ ആ ഒരു ആത്മീയ പ്രഭാവലയം, ലളിതമായ വസ്ത്രധാരണം, അതുല്യത ഒക്കെ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് സതീദേവിക്ക് ശിവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ സ്നേഹിച്ചിരുന്നു. ഒരു ആരാധികയായിട്ടാണ് ആദ്യം സതി ശിവനെ സ്നേഹിച്ചിരുന്നത്. പിന്നെ അപ്പോൾ ദക്ഷന് ഇഷ്ടമൊന്നല്ലായിരുന്നു ശിവനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. എന്നാലും അതിൽ തന്നെ എനിക്ക് ശിവനെ തന്നെ മതി എന്നുള്ള ആ ഒരു ഇതിൽ, ശിവനാണെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ശിവനെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് ആ സതീദേവി അങ്ങനെ തപസ് ചെയ്യുകയാണ്. തപസ് ചെയ്തതിന് ശേഷം അവസാനം ആ ഒരു ശിവൻ അതിലലിഞ്ഞ്, അതായത് ആ തപസ്സിൽ അങ്ങനെ ഇഷ്ടപ്പെടുകയാണ്, തപസ്സിൽ അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിന് ശേഷം കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ദക്ഷൻ ആ ഒരു യജ്ഞം നടത്തുകയാണ്. വലിയ 100ാമത്തെ 1000ത്തെ എന്നൊക്കെ പറയുന്ന ആ യാഗമാണ് വളരെ പ്രധാനപ്പെട്ടത്. പക്ഷേ ശിവനെ അദ്ദേഹം ക്ഷണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ അവർ
അവിടെ വലിയ താല്പര്യമില്ല. ആൾ അത്രയ്ക്ക് എന്താ പറയുക, ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു മാതിരിയാണ്. കാരണം നിറയെ ഭസ്മം തേച്ചിട്ടും അതേപോലെ പുലിത്തോലൊക്കെ ഇട്ട് ഒരു കാട്ടുവാസിയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാതെ, അതായത് ക്ഷണിച്ചില്ല, ശിവനെ ക്ഷണിച്ചില്ല. അപ്പോൾ ശിവൻ പറഞ്ഞു, എന്തായാലും നമുക്ക് പോകണ്ട, എന്നെ ക്ഷണിക്കാത്തതല്ലേ, അപ്പോൾ പോകണ്ട, നല്ല പോവാ, നമുക്ക് എന്തായാലും പോവാം, അച്ഛൻ അത് മറന്നതാവും, അങ്ങും വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോയിട്ട് പാർവതീദേവി പോയി. അപ്പോൾ അവിടെ ചെന്ന്, അല്ല പാർവതീദേവി അല്ല, അപ്പോൾ അവസാനം ശിവൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, സതി പോയിക്കോളൂ, ഞാനില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സില്ലാതെ മനസ്സാടെ പോയി. ശിവനറിയായിരുന്നു കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ എവിടെ നിൻ്റെ പതി, ആ ഒരു ഭസ്മം പൂശിയ ആ കാട്ടുവാസി എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ദക്ഷൻ ചോദിച്ചു. അപ്പോൾ ദക്ഷൻ ചോദിച്ചപ്പോൾ ആകെ മറ്റാരും ക്ഷണിച്ചിട്ടുമില്ല, ഞാൻ ക്ഷണിക്കാതെയൊക്കെ പിന്നെ എന്തിനാ വന്നതെന്നൊക്കെയുള്ള മാതിരിയൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഭയങ്കര വിഷമമായി. അങ്ങനെ വിഷമമായപ്പോൾ പിന്നെ ഒന്നും നോക്കാനില്ല. അങ്ങനെ തൻ്റെ ഭർത്താവ് പറഞ്ഞത് കേൾക്കാതെ വന്നല്ലോ. അപ്പോൾ അതിന് ഇനിയിപ്പോൾ എങ്ങനെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുക, ഭർത്താവിനെ അപമാനിക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ താൻ അവിടെ ഇങ്ങോട്ട് ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞിട്ട് ആത്മാഹുതി ചെയ്യുകയാണ്. അങ്ങനെ ആത്മാഹുതി ചെയ്ത് അങ്ങനെ വന്ന് അതറിഞ്ഞ സമയത്ത് ആണ് തൻ്റെ തിരുജട നിലത്തടിക്കുകയും വീരഭദ്രൻ ഉണ്ടാവുകയും അങ്ങനെ വന്ന് അങ്ങനെ ദക്ഷൻ്റെ തല അറുക്കുകയൊക്കെ ചെയ്തത്. അതാണ് ഒരു ചെറിയ കഥ.